എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളുള്ളത് നമ്മളെ പുതിയ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മളെ ലിൻഡൽ വാർക്കാനുള്ള പണികളൊക്കെ ഒന്ന് പൂർത്തിയായിട്ടുണ്ട്. അപ്പോൾ നാളെ കുറച്ചുകൂടി കുറച്ചുകൂടി കമ്പി ഇങ്ങനെ കെട്ടാണ്ട് സ്റ്റെപ്പ് കൂടെ കിട്ടും. അത് നാളെ കെട്ടുക. എന്നിട്ട് നാളെ നമ്മളെ ലിൻഡൽ വാർപ്പാണ് കേട്ടോ. അപ്പൊ ലിൻഡൽ വരെ എത്തി നമ്മള് ലിൻഡൽ വാർപ്പും അതേപോലെ അതിന്റെ ഒപ്പം തന്നെ സൺസൈഡും ഒരുമിച്ചാണ്. ഇപ്പൊ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പൊ ഭയങ്കര സന്തോഷം. ഇത്രയും വരെ എത്തി. കൊറേ അതിലേക്ക് കാത്തിരിക്കുന്നത്. അപ്പൊ ചുറ്റി എടുത്തോട്ടോ. അപ്പൊ നമ്മളെ പണിയെടുക്കാൻ ഒരാള് വീടിന്റെ മുകളിലുണ്ട്. ഇപ്പൊ ചിലപ്പോ ഏറടിക്കും. അങ്ങനെ കൊറേ വെയിറ്റ് ചെയ്ത് ഞങ്ങള് അപ്പൊ ഇത് സന്തോഷേട്ടന്റെ ഒരു ബെസ്റ്റ് ചങ്കാണ് കേട്ടോ. റഫീഖ് ഓന് മറ്റേത് ബഷീർ. നാളെ ചിലപ്പോ വാർപ്പിന്റെ സ്നേഹിതം വരും. ഓന് ചിലപ്പോ എന്തൊക്കെ പരിപാടി ഉണ്ട്. എല്ലാ സ്നേഹിതന്മാരൊന്നും എല്ലാ പരിപാടിക്കും ഒന്നും വിളിക്കലും കൂടുതലൊന്നും ഇല്ല. പിന്നെ ഓണത്തിനും ഇതിനൊക്കെ വിളിക്കും. അപ്പൊ എന്തേലൊക്കെ പരിപാടി ഉണ്ടാകുമ്പോ നമ്മൾ അങ്ങോട്ടോട്ടൊക്കെ വിളിക്കലൊക്കെ ഉണ്ട്. അപ്പൊ നാളെ ഇനി വിളിക്കണം. ഒരു ഫ്രണ്ട് ഉണ്ട് ഇതേപോലെ ഇവിടുന്ന് പോയി ഇവിടെ ഉണ്ടായിരുന്നു. എപ്പോഴും ഞങ്ങൾക്ക് വരുന്നു. ഇപ്പൊ ഇവിടുന്ന് താമസം മാറിയതിന് ശേഷം ഒരു ബന്ധമില്ല, വിളിക്കലില്ല, വരാൻ നേരമില്ല, പിന്നെ അടുത്തല്ലാത്തോണ്ടാണ്. അപ്പൊ നാളത്തെ പരിപാടിക്ക് വിളിക്കണം. പിന്നെ വെച്ചാൽ അത്ര വലിയൊരു പരിപാടിയായിട്ടൊന്നും ഇല്ല കേട്ടോ. നമ്മള് ഈ പണിക്കാരും പിന്നെ സന്ധ്യച്ചിയാരും ചേച്ചിമാരും നമ്മളും മാത്രം തന്നെ ഉള്ളു കേട്ടോ. പിന്നെ ഏട്ടന്റെ ഫ്രണ്ട്സുകൾ എന്തായാലും ഉണ്ടാവും. കാരണം എപ്പോഴും ഏട്ടന്റെ ഒപ്പം ഓരോ പണിക്ക് ഇങ്ങനെ നിന്ന് കൊടുക്കണതല്ലേ. അപ്പൊ അങ്ങനെ എല്ലാരും അങ്ങനെ കുറച്ചാളേ ഉള്ളൂ കേട്ടോ. പണി ഇത്ര ഏകദേശം ഫുള്ള് കഴിഞ്ഞു. മുട്ടായി വേണോന്ന് ഇവിടെ കമ്പ്യൂട്ടറുണ്ട്. നമ്മളെ വയറിങ്ങിനുള്ള പണിയാണ് നമ്മളെ ഫ്രണ്ട് എടുക്കണം. അപ്പൊ വയറിങ്ങിന്റെ പണിയാട്ടോ എടുക്കണത്. എന്താ പറയാ, ഇതിന്റെ ലിൻഡലിന്റെ പണിയല്ല കേട്ടോ, വയറിങ് ചെയ്യുന്ന ആളാട്ടോ. നിങ്ങളെ കാണിക്കാനാണ് അത്ര കഷ്ടപ്പെട്ട പാവം. തലമിന്നട അതാണ് കേറിയ തലമിന്നത പ്രശ്നം. അത് ഞാനല്ലല്ലോ. പിന്നെ വീടിന്റെ മേലേക്ക് കോണി വെക്കണുണ്ടെങ്കിൽ ഭാവിക്ക് മേലേക്കൊക്കെ എടുത്ത എങ്ങനെയാണ് കൂടെ കയറാൻ പറ്റില്ല. തലമിന്ന അപ്പൊ നമ്മളെ സിറ്റ് ഔട്ടൊക്കെ ഒരുമിച്ച് താത്തിയ വർക്കുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചെന്ന് എന്താ ഇത് പിടിക്ക് ഞാൻ എന്നിട്ട് ഇറങ്ങാം. നമ്മളെ വീഡിയോയില് പറഞ്ഞേ ഞങ്ങൾ എപ്പോഴും ഷോർട്ട് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ അല്ലാതെ വിശേഷം തന്നെ തിന്നണതോ കുടിക്കണതോ എല്ലാം അങ്ങനെ കാണിക്കും. നമ്മളെ വീട്ടിൽ നടക്കുന്ന വിശേഷങ്ങളല്ലേ നമ്മൾ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾ ചോദിച്ചിരുന്നു, വെറും ഈ തീറ്റയും കുടിയുള്ളൂ, അല്ലാതെ പുതിയ വീടുണ്ട് പറഞ്ഞിട്ട് വീടൊന്നും കാണിക്കണില്ലല്ലോ എന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ നമ്മളെ വിശേഷത്തില് ചെറിയ ഭാഗത്തായിട്ട് വീട് കൊടുക്കലുണ്ട്, കാണിക്കലുണ്ട്. പക്ഷെ അത് സ്കിപ്പ് ചെയ്ത് പോയി കാണാതെ പോണവരാവും ചിലപ്പോ പറഞ്ഞിട്ടുണ്ടാവുക. നമ്മള് അമ്മയ്ക്ക് വയ്യാത്തതിന് ശേഷം വരവ് കുറവാണ്. പിന്നെ പണി നിന്നതേന്നു. ഇപ്പൊ 2 ദിവസമായിട്ടുള്ളൂ ഈ പലകടി തുടങ്ങിയിട്ട്. അപ്പൊ പിന്നെ ഇവിടെ വന്നിട്ട് ഒന്നും കാണിക്കാനില്ലല്ലോ, അതാട്ടോ. പിന്നെ ഇന്ന് പിന്നെ നാളേക്കുള്ള തയ്യാറെടുപ്പാണ്. അതുകൊണ്ടാണ് ഈ സമയത്ത് പണി നടക്കുന്നത് കേട്ടോ. അപ്പൊ അതാണ്ടും കൂടിയാണ് ഇവിടെ വന്നിട്ട് വിശേഷം എടുക്കണം എന്ന് വിചാരിച്ചല്ല. കാരണം നാളേക്കുള്ള ഒരുപാട് പണികൾ ഏട്ടൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടേണ്ടായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ ഒറ്റയ്ക്ക് എങ്ങനെ ഒരു വേണ്ടെന്ന് വിചാരിച്ചു. പിന്നെ അമ്മേനോട് പറഞ്ഞിരുന്നു റെസ്റ്റ് എടുക്കാന്, ഫുള്ള് കിടക്കാന്. അപ്പൊ ഞാൻ എന്തായാലും ലിൻഡൽ വാർപ്പ് ഏട്ടനോട് റെസ്റ്റ് എടുക്കാല്ലേ. അമ്മയ്ക്ക് നാളെ വാർപ്പ് കാണണം. പിന്നെ മെയിൻ വാർപ്പാണ്, മെയിൻ വാർപ്പ് കാണണം. അതൊക്കെ ഉണ്ട് ആഗ്രഹങ്ങള്. കുഴിയിൽ ചാടണ്ട. അപ്പൂസ് വന്നങ്ങട്ട് ഇവിടെ വാ. അപ്പൂസിനോട് ഇതേപോലെ ഇപ്പൊ നമ്മളെ വിളിച്ചേന്നു, എന്താ പറയാ, സൗദിന്ന് വിളിച്ചേന്നു ഒരാൾ കേട്ടോ.
അപ്പൊ ആള് അറിയുന്നുണ്ട് അപ്പൂസിനോട് സംസാരിക്കാന് ഓരോന്ന് ചോദിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങോട്ട് ഇവിടെ വന്നാ എന്നോട് ചോദിക്കാനോട് എത്ര ക്ലാസ്സിലാ പഠിക്കണ പറഞ്ഞു കൊടുത്താ അവർക്ക് പറഞ്ഞതേ ഉറക്കെ പറഞ്ഞു കൊടുക്ക് എത്രയല്ല പഠിക്കണേന്ന് ഉറക്കെ പറ. 9-ലാട്ടോ. ഏത് സ്കൂളിലാന്നോടി പറഞ്ഞു കൊടുക്ക്. ഉറക്കെ പറഞ്ഞു കൊടുക്കേ. ചാരങ്കാവ് സ്കൂളിലാട്ടോ അപ്പൂസ് പഠിക്കുന്നത്. പിന്നെന്താ ഫ്രണ്ട്സുകളൊക്കെ പേര് അല്ലേ എന്താണ് അതിന്റെ ഇടയിൽ കൂടെ ഒന്നും പോവാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ മുട്ടു കൊടുക്കുക അറിയില്ലേ, അതേപോലെ ഇങ്ങനെ ബാക്കിക്കൊന്നും പോയിട്ട് കാര്യമില്ല, അവിടെയൊക്കെ മുട്ടു കൊടുത്തു. നാളെ നല്ല പണി അർജന്റാണ്, അതുകൊണ്ട് തന്നെ എടുക്കണത്. അല്ലെങ്കിൽ നാളെ എടുക്കണം. നാളെ അർജന്റാ. ഭക്ഷണം കഴിക്കാൻ നിർത്തുന്നു. സിമന്റ് കൊണ്ട് കൊടുക്കണ്ടാവൂലേ? എന്താ അമ്മ നോക്കണം? ഭക്ഷണം നമ്മളെ സിറ്റ് ഔട്ട് ആട്ടോ ഈ കാണുന്നത്. ഈ അമ്മ കമ്പി കുത്ത അങ്ങോട്ട് പോയി പലക്ക നോക്കിട്ടോ കാണി. അങ്ങോട്ട് വീട് നിക്കലാത്തവർക്ക് കണ്ടോ കണ്ടില്ലേ? ഈ മുട്ടൊക്കെ എടുത്തിട്ടേ അത് ശരിക്കൊന്ന് കാണിച്ചു തന്നിട്ട് നമ്മളെ വാർപ്പൊക്കെ ഇപ്പൊ അതിൻ്റെ ഇടയിൽ കൂടെ പോയിട്ട് കാണിക്കാനൊന്നും പറ്റൂല. ഈ തൂണിന്റെ ഇടയിൽ കൂടെ ഒക്കെ പോയി തട്ടി തലയിൽ കൂടെ ഒക്കെ വീണ അതും ആവും. അപ്പൊ അത് ഇപ്പൊ ഉള്ളിൽ കൂടെ പോണില്ല കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ അതാണ്. കോഴിക്കൂടെ അടിച്ചിട്ട് പോവല്ലേ. ഞങ്ങൾക്ക് 2 കോഴികളുണ്ട് കേട്ടോ. എല്ലാരും ചോദിച്ചിരുന്നു കോഴികളൊക്കെ എന്തെന്ന്. കോഴികളെ ഇവിടെ നമ്മള് റേക്ക് കൊടുത്തിട്ടുണ്ട്. പുറത്തേക്ക് ഭാവിയിൽ അടുക്കള ഉണ്ടാക്കുമ്പോ ഞാൻ വലിയ ക്യാമറ കൊണ്ടുവരാം. ഇപ്പൊ ഇതാണ് നമ്മളെ തറവാട്. 2 കോഴികൾ ഒന്നുകൂടി ഉണ്ട്, മുട്ടിട്ടുണ്ട്. ഇനി ചെയ്യും മറ്റുള്ള കരടൊക്കെ പെറുക്കണം. ഇപ്പൊ ബാക്ക് കണ്ടിട്ടില്ല. അതടിച്ചേക്കാം. അത് ഇവിടെ തന്നെ പറ്റുള്ളൂ. വണ്ടി നിർത്തിയിട്ടേ പഠിക്കാം നമുക്ക്. വണ്ടി ആ കോൺക്രീറ്റിന്റെ മെഷീൻ അവിടെ നിൽക്കണ നോക്കിയിട്ട്. ഇപ്പൊ ഞങ്ങള് ഭയങ്കര തിരക്കിലാണ്. ഇന്ന് വിശേഷം ചെയ്യണമെന്ന് കരുതിയതല്ല. ഇനി ബാക്ക് പോയേക്കാം. എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേന്ന് കരുതിയിട്ട് ചെയ്യണം. ബാക്ക് വരുന്നതല്ലേ സ്പേസ്. ബാക്കിലൊക്കെ റെഡിയാണ്. ഇല്ലായിരുന്നോ? ആ കമ്പിയൊക്കെ കൊടുത്തിട്ടോ. വീടിന്റെ ബാക്ക് ഭാഗം ഞങ്ങളെ തറവാടാണ് കേട്ടോ. ഇവിടെയാണ് കുടുംബക്ഷേത്രം ഉള്ളത്. അപ്പൊ നമ്മൾ മുന്നത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ടൊക്കെ പറഞ്ഞു തരാം കേട്ടോ അറിയാത്തവർക്ക്. ഇവിടെ ഈ കുടുംബക്ഷേത്രത്തിലാണ് ഞങ്ങൾ വരല് രാവിലെ. ഇത്ര അടുത്തുള്ള അമ്പലത്തില്. ഇതിന് പോണോ? നാളേക്കുള്ള ഭയങ്കര തിരക്കിലാണ്. കുറെ സാധനങ്ങൾ കൊണ്ടുവരാണ്ട്, കുറെ കാര്യങ്ങൾ ഏൽപ്പിക്കാണ്ട്, കടയിൽ നിന്ന് സാധനങ്ങൾ കൊണ്ടുവരാണ്ട്. അപ്പൊ തിരക്ക് തന്നെയാണ്. പിന്നെ ഈ മെറ്റലില് കുറെ മണ്ണ് കല്ലുണ്ട്, ഇലണ്ട്, വെട്ടി വീടൊക്കെ പെറുക്കാണ്ട്. അപ്പൊ കുറെ പണി. ഇപ്പൊ മഴയ്ക്കൊരു തക്കുണ്ട് കേട്ടോ. ഇതുവരെ നല്ല മഴ ഉണ്ടായിരുന്നു, ഉച്ചവരെയൊക്കെ നല്ല മഴയായിരുന്നു. പിന്നെ അങ്ങനെ ഫസ്റ്റ് പെറുക്കവാ. അപ്പൊ അങ്ങനെ ഞങ്ങളെ അവിടെ കുറച്ചു നേരമൊക്കെ ഇങ്ങനെ തട്ടിമുട്ടി നിന്ന് വീട്ടിക്ക് പോകുക കേട്ടോ. അമ്മേന്റെ കയ്യിലൊരു കെട്ട് പൊന്തൊക്കെ ഉണ്ട്. ഇതെന്താ മനസ്സിലായാ? കറിവേപ്പിലാണ് കേട്ടോ. ചിക്കൻ കറി. നമ്മളെ ചിക്കനിക്ക് ഇടാന് നാളെ. എന്താ ചിക്കൻ കറി നാളെ. എന്തെടുത്ത് പറഞ്ഞേ? നാളെ ഞങ്ങള് ചക്കക്കൂട്ടാൻ വെക്കണില്ല. നെയ്ച്ചോറും ചിക്കൻ കറി ലിൻഡല് വാർപ്പിന് കേട്ടോ. അപ്പൊ നമ്മളടുത്ത് തന്നെ ഉണ്ട് കേട്ടോ കരിവേപ്പിലുള്ള വീട്. അപ്പൊ അവിടുന്ന് അവിടുത്തെ ഏട്ടൻ പൊട്ടിച്ചെന്നതാണ്. കുറെ ഉണ്ട് കേട്ടോ. കണ്ടോ അല്ലേ? ഇപ്പൊ പതുക്കെ ഞങ്ങൾ ഇങ്ങനെ പോവുകയാണ്. അപ്പൂസ് വരുന്നുണ്ടല്ലേ? എന്താ വേഗം പോന്നേ? മുട്ടായി തന്നെയാണ്. അപ്പം അങ്ങനെ ഏട്ടൻ അവിടെ പണിക്കാരൻ്റെ അടുത്ത് നിന്നു. നാളേക്ക് ഇനി കുറച്ച് സാധനങ്ങൾ വാങ്ങാനൊക്കെ ഉണ്ട് പറഞ്ഞിട്ട് അവിടെ നിന്നു. ഞങ്ങളോട് പോകാനും പറഞ്ഞു. അപ്പോൾ കണ്ടോ ബക്കറ്റിൽ സാധനങ്ങളൊക്കെ ഉണ്ട്. രാവിലെ ചായയും ചുക്കുവെള്ളം നാരങ്ങ വെള്ളം ഇതൊക്കെ കൊണ്ടുപോയതായിരുന്നു. ആ പാത്രമൊക്കെ പാടം മടക്കിയിട്ട് കൊണ്ടുവന്നു. എന്താപ്പോ? അപ്പോൾ അപ്പൂസിനെ ഏതായാലും രക്ഷപ്പെട്ടു. നാളെയും മറ്റന്നാളും ഒക്കെ സ്കൂളിൽ ലീവായതുകൊണ്ട് വാർപ്പിലൊക്കെ പങ്കെടുക്കാനായി. എന്താ അപ്പം നാളെ മക്കളൊക്കെ വരും കേട്ടോ.
സിന്ധേച്ചി സന്ധ്യേച്ചി. അപ്പോൾ സന്ധ്യേച്ചൊക്കെ വന്നിട്ട് അമ്മ ചിരിക്കാൻ കണ്ടിട്ട് ആൾക്കാർ പറഞ്ഞേ മക്കൾ വന്നപ്പോൾ ഭയങ്കര സന്തോഷമുണ്ടെന്ന്, അമ്മ ചിരിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പം നാളെ രണ്ടാളും വരും. രണ്ടാളും പേരക്കുട്ടികളും എല്ലാവരും കൂടി ഒത്തുകൂടിയ ദിവസം കേട്ടോ നമ്മളെ വീടിൻ്റെ. അപ്പം എല്ലാം ഇങ്ങനെ ഒന്ന് വീട് കാണാൻ പോയിട്ടാണ് എനിക്ക് ഓർക്കണില്ല. രണ്ടാമത്തെ പോക്കത് ഒരട്ട ഉച്ചയ്ക്ക് പോയിട്ടോ വാർക്കണ പലകടിക്കുന്ന സമയത്ത് ഒന്ന് പോയി നോക്കട്ടെ പറഞ്ഞിട്ട് ഇത് പിന്നെ ഒന്നും കൂടി പോയതാണ്. പോയിപ്പോ ശരിയാകും തോന്നുന്നുണ്ട്. വീടാകുമ്പോഴേക്കിനും ഉരവേദന കൂട്ടണ്ട. സാവധാനം ഇങ്ങനെ ഭയങ്കര കൊതുക്. ഇവിടെ നടക്കാഞ്ഞാലും പറ്റൂല. ഒന്നും നടന്നു നോക്കാഞ്ഞാലേ നടന്ന കാല് കുഴയ്യ തീരെ നടക്കാതെ നടക്കാണ്ട് കുറച്ച് ദൂരമുള്ളൂ, ഒരു നീളമുള്ളൂ. പക്ഷെ പറഞ്ഞിട്ട് തരില്ല, തീരെ നടക്കാത്തത് കൊണ്ടുള്ള പ്രശ്നം. 4 പ്രാവശ്യം തന്നെയും പോകും അങ്ങോട്ട്. ഇന്നത്തെ ആനത്തിപ്പോ പോണെന്നല്ല, അമ്മ പതുക്കെ നടക്കണ്ടേ. ഞാൻ കുറച്ചുകൂടെ പോയിട്ട് നിൽക്കാണ്. ഞാനല്ല നടക്കണുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മളെ ഓണർ കാക്കാൻ്റെ ഒക്കെ ഒന്ന് തങ്ങി വർത്താനൊക്കെ പറഞ്ഞ് നമ്മളെ വീട്ടിലെത്തി. വെള്ളം തരാം, അപ്പൂസിന് വെള്ളം വേണം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു ചെറിയ വിശേഷം നിർത്തുകയാണ് കേട്ടോ. നാളെ ഞങ്ങൾ പുതിയൊരു വിശേഷമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബായ്. അപ്പൂസി ബായ് കൊടുത്താ.